എടോ എനിക്കിതൊക്കെ ഫസ്റ്റ് തന്നെ തന്നോട് പറയണമെന്നുണ്ടായിരുന്നു, പക്ഷെ പേടിയായിരുന്നടോ. ഞാൻ ചെറുപ്പത്തിലേ എൻ്റെ അങ്കിളിൻ്റെ വീട്ടിൽ നിന്നാണ് പഠിച്ചത്. അങ്കിളിനൊരു മോനുണ്ട്, അവൻ എൻ്റെ നല്ല കൂട്ടായിരുന്നു. എനിക്ക് വേറെ ഫ്രണ്ട്സൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവൻ തന്നെയായിരുന്നു എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്. പക്ഷെ ഒരു പോയിന്റ് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലാവാൻ തുടങ്ങി അവൻ എന്നെ വേറെ രീതിയിലാണ് കാണുന്നത്, അവൻ വേറെ രീതിയിലാണ് പെരുമാറുന്നതെന്നൊക്കെ. പക്ഷെ ഞാൻ ആദ്യം അതൊന്നും കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പം തന്നെ എനിക്ക് ശരിക്കും മനസ്സിലാവാൻ തുടങ്ങി. പക്ഷെ ഞാൻ അങ്കിളിൻ്റെ വീട്ടിലല്ലേ നിൽക്കുന്നത്, അപ്പോൾ അങ്കിളുണ്ടല്ലോ, എനിക്കൊന്നും പറ്റത്തില്ലെന്ന് ഞാൻ ഓർത്തു. പക്ഷെ അങ്കിളിന് അപ്പോഴാണ് സ്ട്രോക്ക് വന്നത് ആൻഡ് ഹി വാസ് പാരലൈസ്ഡ്. അത് കഴിഞ്ഞ് ആ വീട്ടിൽ എൻ്റെ ജീവിതം ഭയങ്കര നരക തുല്യായിരുന്നു. യു കാണ്ട് ഈവൻ ഇമാജിൻ ഞാൻ എന്തൊക്കെ ഫേസ് ചെയ്തിട്ടുണ്ടെന്ന്. He has raped me brutally, not once, not twice, ഒരുപാട് തവണ. And I stood there. എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു. എൻ്റെ പപ്പയും അമ്മയൊക്കെ സ്റ്റേറ്റ്സിൽ നിന്ന് വിളിക്കുവേ. അവരെപ്പോഴും ഇഷ്ടംപോലെ പൈസയൊക്കെ അയച്ചു തരും, ഇടയ്ക്ക് ഇങ്ങനെ വിളിക്കുകയൊക്കെ ചെയ്യും. But they never asked me whether I was okay. സ്വന്തം അപ്പനോടും അമ്മേനോടും പോലും പറയാൻ പറ്റാത്ത ഞാൻ എങ്ങനെയാണോ തന്നോട് ഇതൊക്കെ പറയുന്നേ? എനിക്ക് ഇതുവരെ ആ ട്രോമയെന്ന് മാറാൻ പറ്റിയിട്ടില്ല. എനിക്ക് ആളുകളെ കാണുന്നതിന് പേടിയാ. അതുകൊണ്ട് എനിക്കൊരു കോളേജിൽ പോലും പഠിക്കാൻ പോലും പറ്റിയിട്ടില്ല. ഞാൻ അതുകൊണ്ട് ഗേൾസ് ഓൺലി കോളേജിൽ പോയി ജോയിൻ ചെയ്തേ. ഞാൻ കല്യാണം കഴിച്ച് എന്ത് ചെയ്യാനാ? എനിക്ക് മനസ്സിലാക്കാൻ പറ്റും തനിക്ക് ഡിവേഴ്സ് വേണം എന്നുള്ളത്. ഐ എം റെഡി ടു സൈൻ എനി പേപ്പേഴ്സ്. ഐ നോ യു ഡിസേർവ് മച്ച് മോർ and I'm really, really sorry. ഞാനിനി ഇവിടെ നിൽക്കുന്നില്ല. ഡിവോഴ്സ് പേപ്പേഴ്സ് ഒക്കെ ആയിക്കഴിഞ്ഞാൽ പറഞ്ഞാൽ മതി, ഞാൻ വന്ന് സൈൻ ചെയ്ത് തരാം. എവിടെ പോകാനാ നിന്റെ പ്ലാൻ? എനിക്കറിയില്ല. അതെ, ഇങ്ങനെ എപ്പോഴും ഒളിച്ചോടിക്കൊണ്ടിരുന്ന അതിനെ നേരം കാണത്തുള്ളൂ. പ്രിയ, നീയാ മാറേണ്ടത്. ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ മറക്കാൻ പറ്റണം. അല്ലാതെ നീ എവിടെ പോയാലും നീ ഒരു വലിയ ഫെയിലിയർ ആയിരിക്കും. നിനക്ക് എൻ്റെ കാര്യം അറിയോ? എനിക്കൊരു 6 വർഷത്തെ റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. സെയിം വൈബ്, സെയിം മൈൻഡ്, എല്ലാം ഓക്കെ. പക്ഷെ അവളുടെ വീട്ടുകാർക്ക് മാത്രം ഞാൻ അത്ര ഓക്കെ അല്ലായിരുന്നു. കാര്യം എന്താണെന്ന് അറിയത്തില്ല, അവർക്ക് എന്തെങ്കിലും ഇഷ്ടമല്ല. അവളെൻ്റെ കൂടെ ഭയങ്കര സ്ട്രോങ് ആയിട്ട് നിൽക്കാന്നൊക്കെ പറഞ്ഞായിരുന്നേ. എന്നെ സംബന്ധിച്ചോളം എനിക്കത് മാത്രം മതിയായിരുന്നു. ഞങ്ങൾ ഭയങ്കര ഹാപ്പി ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴേ പെട്ടെന്ന് അവളൊരു ഗ്യാപ്പ് എടുത്ത്. ഞാൻ കാര്യം ചോദിച്ചപ്പോഴേ അവളിങ്ങനെ ഫോണ്, സോഷ്യൽ മീഡിയ ഇതിനൊക്കെ ഒന്ന് മാറുമെന്നാണ് പറഞ്ഞത്. അങ്ങനെ പയ്യെ കോളിൻ്റെ ഡ്യൂറേഷൻ കുറഞ്ഞു, കോൾ ഇല്ലാണ്ടായി. പിന്നീട് എൻ്റെ ഫ്രണ്ട്സിൻ്റെ വാട്സപ്പിൽ നിന്നും ഇൻസ്റ്റാഗ്രാമിൽ നിന്നൊക്കെ നോക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് അവൾ ഗ്യാപ്പ് എടുത്തതേ സോഷ്യൽ മീഡിയ ഒന്നുമല്ല, എൻ്റെ അടുത്ത് നിന്നാ. അവൾ എന്തിനാണ് എന്നെ വേണ്ടെന്ന് വെച്ചെന്നോ ഒന്നും എനിക്ക് അറിയത്തില്ല. പിന്നെ ഒരു ഭ്രാന്തായിരുന്നു. എനിക്കറിയോ, ആ സമയത്തൊക്കെ എനിക്ക് ഇഷ്ടമുള്ളൊരു പാട്ട് കേൾക്കുമ്പോഴും ചുമ്മാ എന്തെങ്കിലും ബാക്കോട്ട് ആലോചിക്കുമ്പോഴും ഒക്കെ വരുന്ന ഇവളുടെ മുഖം. കണ്ണടച്ചാലേ കിടന്നുറങ്ങാൻ പറ്റത്തില്ല.
കേൾക്കുമ്പോൾ ഭയങ്കര സിമ്പിളായിട്ട് തോന്നുമെങ്കിലേ നമ്മൾ ഈ സ്റ്റാറ്റസിലൊക്കെ ഇടുന്ന ലോൺലിനെസ്സും ബ്രോക്കൺ ഹാർട്ടൊന്നും പോലല്ല, ഇതൊരു ഭ്രാന്ത. ഈ സിംഗിൾ ചൈൽഡായിട്ട് വളർന്നുകൊണ്ടായിരിക്കണം എനിക്കങ്ങനെ അധികം ഫ്രണ്ട്സും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. എൻ്റെ ഫുൾ ഫോക്കസും അവളിലായിരുന്നു, അവൾ മാത്രമായിരുന്നു. മുഞ്ചിപ്പോൾ ആരും മുഞ്ചി, ഞാൻ മുഞ്ചില്ലേ. തന്നെ കാണാൻ വന്നപ്പോഴേ ശരിക്കും പറഞ്ഞാൽ തന്നെ ഇഷ്ടപ്പെട്ടിട്ടൊന്നും അല്ല ഞാൻ ഓക്കെ പറഞ്ഞത്. എനിക്കൊരൊറ്റ വാശിയുള്ളായിരുന്നു, അവളേക്കാൾ മുമ്പ് കല്യാണം കഴിക്കണം, അവളേക്കാൾ നന്നായിട്ട് ജീവിക്കണം. അതിനിടയ്ക്ക് താൻ എന്താണെന്നോ തൻ്റെ ഇഷ്ടങ്ങൾ എന്താണെന്നോ തൻ്റെ ആഗ്രഹങ്ങൾ എന്താണോ തൻ്റെ പാസ്റ്റ് എന്താണെന്നോ ഒന്നും ഞാൻ അന്വേഷിച്ചില്ല. പക്ഷെ ഒരു കാര്യം പറയാം, പാസ്റ്റ് ഈസ് പാസ്റ്റ്. എന്താണെങ്കിലും വിട്ടളയാം, ഇല്ല നമ്മൾ തോറ്റു പോകണം. തോറ്റു. അതെ, ഇവിടെ സ്ഥലമുണ്ട് കേട്ടോ. ശരിക്കും വാ, ഇവിടെ വന്നിരിക്കും. അതെ, തന്റെ എക്സിന്റെ ഇൻസ്റ്റ ഐ ഡി പറ. അതൊക്കെ എന്തിനാ? ചുമ്മാ പറ. ഇയാളല്ലേ പറഞ്ഞ പാസ്റ്റ് ഈസ് പാസ്റ്റ് എന്ന്. ഹരിത ജി കൃഷ്ണ. അതെ, അത് തന്നെ. ഡാഡീസ് ലിറ്റിൽ പ്രിൻസസ് മിസ്റ്റീരിയസ് ക്വീൻ. ഓക്കെ, ഫോളോ ചെയ്യാം. ആഹാ, ഫോളോ ബാക്ക് വന്നല്ലോ. സോ ഫാസ്റ്റ്. മറ്റേ ചെറ്റായിട്ട് ചൊല്ലിക്കൊണ്ടിരിക്കുമായിരിക്കും. അല്ല, താനെന്തിനാ ഇവരൊക്കെ ഫോളോ ചെയ്യുന്നേ? എടാ പൊട്ട, നീ അല്ലേ പറഞ്ഞത് നമ്മൾ സന്തോഷായിട്ട് ജീവിക്കുന്നത് നിന്റെ എക്സ് കാണണമെന്ന്. നിന്നെ അവള് ബ്ലോക്ക് ചെയ്തേക്കുമല്ലേ, അപ്പൊ അവൾ എങ്ങനെ കാണും? ഓ, യു ബ്രില്യന്റ്. നമുക്കെന്നാ വേഗം തന്നെ ഒരു സെൽഫി അങ്ങോട്ട് പോസ്റ്റ് ചെയ്യാം. അവള് മാത്രമല്ല, എല്ലാവളും പറഞ്ഞോട്ടെ. എന്നാ പിന്നെ കിടന്നാലോ? ലൈറ്റ് ഓഫ് ചെയ്യാം അല്ലേ? അലക്സ, ലൈറ്റ്സ് ഓഫ്.